നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. പുതിയൊരു വ്ളോഗിലായിട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ആക്ച്വലി ടൈം രാത്രി 12:30 ഞങ്ങളാരും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഇതേപോലെ നാട്ടിൽ എന്തൊക്കെയാണ് ഈ സമയത്ത് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വെച്ചു. സ്പെഷ്യലി റംസാൻ ടൈമിൽ അത്താഴം വരെ ആരും ഉറങ്ങുമല്ല ഇവിടെ. അങ്ങനെയാണ് നമ്മളിവിടെ. പ്രത്യേകിച്ച് നോമ്പ് ഫസ്റ്റ് മുതൽ എല്ലാവരും ഷോപ്പിംഗ് തുടങ്ങും. ആ ഒരു സമയത്ത് എന്താണെങ്കിൽ അധികം ഉണ്ടാവില്ല, പക്ഷെ ലാസ്റ്റ് ഒരു 15 നോമ്പ് ബാക്കി അല്ലെങ്കിൽ 10 നോമ്പാകുമ്പോഴത്തേക്കും ഫുള്ള് ലൈവായിട്ട് ആൾക്കാർ അവിടെ ഇവിടെ നിന്നാണ് ഷോപ്പ് ചെയ്യുന്നത്. കടകളോ അടക്കൂല, അങ്ങനെയൊക്കെയാണ്. അപ്പം ഞങ്ങൾ അധികം പോകുന്നില്ല. ഞാൻ ഉപ്പാനെ കൂട്ടിയിട്ട് ഒരു 2 കിലോമീറ്റേഴ്സ് റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താണെങ്കിലും പോയി നോക്കാം. ഇതുണ്ടോ, നാട്ടിൽ ആരും അങ്ങനെ വരെ ഉറങ്ങിയിട്ടില്ല. എല്ലാ വീടുകളിലും ലൈറ്റ് ഓണാണ്. റോഡിലൊക്കെ ഫുൾ ആൾക്കാരാണ്. അവിടെ ഞങ്ങൾ തെക്ക് ഭാഗത്താണ് താമസിക്കുന്നത്. അവിടെ കുറച്ചും കൂടി ജംഗ്ഷൻ ഭാഗം അല്ലെങ്കിൽ വടക്ക് ഭാഗത്തോട്ടൊക്കെ പോയാൽ ഫുള്ള് ലൈവായിരിക്കും. നമ്മളിവിടെ അത്രയും ഉണ്ടാവാറില്ല യൂഷ്വലി, പക്ഷെ എന്നാൽ പോലും ഈ ഒരു സമയത്ത് നോക്കുക, റോഡിൽ ആൾക്കാരാണ്. നമ്മളെ നാട്ടിലെ കട കണ്ട ആൾക്കാർ സാധനം മേടിക്കുകയാണ്. കുഞ്ഞു കടകളാണ്. നമ്മളെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും ചോദിക്കും, നിങ്ങളെ നാട്ടിലെ കട ഇങ്ങനെ. ഇതൊക്കെ നമ്മളെ നാട്ടിലെ കടകളാണ്. ഇതുണ്ടോ, ഓടി പോകുന്നതുകൊണ്ട് പെട്ടെന്ന് കാണിക്കാൻ പറ്റുന്നില്ല. ഇതാ ഇത് ഒരു കടയാണ്. ഇതൊക്കെ പുതിയ കടകളാണ്. നേരത്തെ കണ്ടത് കുറച്ച് പഴയ കടയാണ്. പിന്നെ ഈ കാണുന്നത് നമ്മളെ നാട്ടിലെ സൊസൈറ്റി ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണ്. ഇപ്പോൾ പകുതി ഗവൺമെൻറ് പകുതി പ്രൈവറ്റോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇപ്പം ഞങ്ങൾ തിരിച്ച് മടങ്ങുകയാണ് വീടിൻ്റെ അങ്ങോട്ടേക്ക്. ഇതുണ്ടോ ഫുൾ ആൾക്കാർ. ഇതാണ് നമ്മളവിടുത്തെ ജംഗ്ഷന്. ഇപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാം. ഇനി അധികം ആൾക്കാരൊന്നും കാണൂല നമുക്ക്. ഇതിവിടുത്തെ സ്കൂളാണ്, JBS സെൻറ്റർ. ഇവിടെ എനിക്ക് തോന്നുന്നു 9th വരെയോ 10th വരെയോ 9th വരെ ഇപ്പോൾ ഇവിടെ ക്ലാസ് ഉണ്ട്. ഈ ഭാഗത്ത് പോവുകയാണെങ്കിൽ കൂടി വീട്ടിലൊക്കെ ലൈറ്റുകളുണ്ട്. ആരും ഉറങ്ങിയിട്ടൊന്നുമില്ല. എല്ലാവരും പോയി ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വരുന്നു, വണ്ടി വെക്കുന്നു, അല്ലെങ്കിൽ പോകാൻ ഇറങ്ങുന്നു. അങ്ങനെയൊക്കെയാണ് കാണുന്നത്. പിന്നെ ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഫുള്ള് ക്ലീനിങ് ആണ്. പെരുന്നാളൊക്കെ അടുക്കാറായപ്പോൾ അതിൻ്റെ തിരക്കിലാന്ന് തോന്നുന്നു. രാവിലെ ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ വീടെത്താറായി ഏകദേശം. നമ്മളെ കേരളത്തിൽ നിന്നൊക്കെ ആരെങ്കിലും പരിചയപ്പെടുമ്പോൾ എല്ലാവരും ചോദിക്കും, നിങ്ങളുടെ നാട്ടിലത്തെ റോഡ് എങ്ങനെയാണ്, കടകൾ എങ്ങനെയാണ്, സാധനങ്ങൾ എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ള കൗതുകത്തോടെ എല്ലാവരും ചോദിക്കാനുണ്ട്. കണ്ടോ, ഇത്രയും ചെറിയ വീതിയില്ലാത്ത റോഡാണ്. ഇതൊരു പള്ളിയാട്ടോ കണ്ടത്. എല്ലാം ഒരു ചെറിയ സെറ്റപ്പേ ഉള്ളൂ. നമ്മുടെ ആവശ്യങ്ങൾ നടന്നു പോകണം, ആ ഒരു രീതിക്ക് ഉള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇവിടെ ബിൽഡ് ചെയ്യാറുള്ളൂ. നമ്മളെ ആവശ്യത്തിന്. കുറേ അധികം ആർഭാടം അങ്ങനെയൊന്നും ഇവിടെ അധികം ഉണ്ടാവാറില്ല. പിന്നെ റോഡാണെങ്കിലും ചെറിയ റോഡ്. നമ്മൾ ഇവിടെ അധികം വണ്ടികളൊന്നുമില്ല. എല്ലാം സ്കൂട്ടർ, ബൈക്ക് അങ്ങനെയൊക്കെ ഉള്ളൂ. കാറുകൾ തന്നെ ഇപ്പോൾ കുറച്ച് കാറുണ്ടാവും, ഒരു 10-15 എണ്ണം ഉണ്ടാവും. മാക്സിമം 10 എണ്ണം ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അതിന് ഇത്രയും ഈ ഒരു റോഡ് തന്നെ ധാരാളം, കാരണം ചെറിയ കാറൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ വീട്ടിലെത്താറായി. വീടിൻ്റെ അടുത്തുള്ള ഒരു ടർഫാണ്.
ഇവിടെ രാത്രി 3-3:30 വരെ അങ്ങനെ കളിക്കാൻ ചെക്കന്മാരൊക്കെ ഉണ്ടാവും. അപ്പോൾ മൊത്തം കണ്ടില്ലേ, ഫുള്ള് ലൈവാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്താറായി. അത്രയേ ഉള്ളൂ. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.